പഞ്ചായത്തിലെ ചിതറ 2-ാം വാർഡ് മെമ്പറാണ് ഞാൻ. ഇന്നലെ ചുവട് ന്യൂസിൽ തെറ്റിദ്ധാരണമായ ഒരു വാർത്ത വന്നായിരുന്നു. എൻ്റെ വാർഡിലെ റെജീന എന്ന വ്യക്തിക്ക് വീട് നൽകുന്നില്ല, പഞ്ചായത്തുകാരും വാർഡ് മെമ്പറുടെ ഭാഗത്തു നിന്നും ഒരു ആനുകൂല്യവും ലഭിക്കുന്നില്ല എന്നുള്ളൊരു വാർത്തയാണ് ചുവട് ന്യൂസിൽ വന്നത്. തികച്ചും തെറ്റിദ്ധാരണമായ ഒരു വാർത്തയാണത്. റെജീന എന്ന വ്യക്തിക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന വഴി വീട് അനുവദിച്ചിട്ടുള്ളതാണ്. റെജീന പഞ്ചായത്തിൽ എഗ്രിമെൻ്റ് വച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ പൈസ അക്കൗണ്ടിൽ വരാത്ത കാരണം റെജീനയുടെ ഭർത്താവ് കോടതിയിൽ പുരയുടെ കുടുംബ പ്രശ്നങ്ങൾ കാരണം കോടതി സ്റ്റേ മേടിച്ചിട്ടേക്കെയാണ് ആ പുരയിടം. അപ്പോൾ ആ സ്റ്റേ മാറിക്കിട്ടിയാൽ മാത്രമേ റെജീനയ്ക്ക് അക്കൗണ്ടിൽ പൈസ വരൂ. ഈ വിവരം വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ ഞാനും BOയും റെജീനയെ പല പ്രാവശ്യം അറിയിച്ചിട്ടുള്ളതുമാണ്. ഈ കാരണങ്ങളെല്ലാം റെജീനയ്ക്ക് വ്യക്തമായി അറിയാവുന്ന ഒരു ആളുമാണ് ഈ റെജീന. പിന്നെ ഭാരതീയ ജനതാ പാർട്ടി മെമ്പർ എന്ന നിലയിൽ എന്നെ അവഗണിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വാർത്ത ഇന്നലെ ചാനൽ വഴി വന്നത്. തികച്ചും ഇതൊരു രാഷ്ട്രീയപരമായ ഒരു വാർത്തയാണ് ഇന്നലെ അതിൽ വന്നത്. ഇതിന് തെളിവ് സഹിതം പഞ്ചായത്തിൽ പോയാൽ ലഭിക്കുന്നതാണ്. റെജീന എഗ്രിമെൻ്റ് വച്ചതും വീട് അനുവദിച്ചതും എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ പഞ്ചായത്തിൽ പോയാൽ ലഭിക്കുന്നതാണ്. ഇത്തരം ന്യൂസുകൾ രാഷ്ട്രീയപരമായി നടത്തുന്ന ഇത്തരം വാക്കുകളെ ഇതുപോലെയുള്ള രാഷ്ട്രീയപരമായ വാർത്തകൾ ചെയ്യുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ചിട്ട് മാത്രമേ ചെയ്യാവുകയുള്ളൂ. വാർഡ് മെമ്പർ എന്നുള്ള എന്നെയും പഞ്ചായത്തിനെയും അവഗണിച്ചുകൊണ്ട് ഈ വാർത്ത ചുവട് ന്യൂസ് ചെയ്തത് തികച്ചും തെറ്റിദ്ധാരണമായ ജനങ്ങളെ പോലും പറ്റിക്കാവുന്ന ഒരു വാർത്തയാണ് നടത്തിയിട്ടുള്ളത്. ഇത് തികച്ചും ഇതിൻ്റെ സത്യാവസ്ഥ പൊതുജനങ്ങളായ എല്ലാവരും മനസ്സിലാക്കണമെന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്.